ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ കറി ഉണ്ടാക്കാം. ഇത് പത്തിരീൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റുള്ളൊരു കറിയാണ്. ഞാൻ നെയ്പ്പത്തിരി ഉണ്ടാക്കിയ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ കുറച്ച് ആളുകൾ ചോദിച്ചിരുന്നു ചിക്കൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന്. ഇതിനായിട്ട് ഞാൻ എടുക്കുന്നത് 800 ഗ്രാം ചിക്കനാണ്. അതിലേക്ക് വലിയ ഒരു ഉള്ളി, കുറച്ച് ചെറിയ ഉള്ളി, 2 ചെറിയ തക്കാളി, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ എരിവിനാവശ്യമായ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, കുറച്ച് ജീരകം പൊടിച്ചതും ഇട്ട് കൊടുക്കാം. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇത് കുക്കറിൽ ഉണ്ടാക്കിയാലും മതി. കുക്കറിലാണെങ്കിൽ ഒരു 3 വിസിൽ കൊണ്ട് ഇത് നന്നായി കുക്കാവുന്നതാണ്. ഗ്രേവി കൂടുതൽ വേണമെങ്കിൽ ഉള്ളിയുടെയും തക്കാളിയുടെയും അളവ് കൂട്ടിയാൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ 10 മിനിറ്റ് കുക്ക് ചെയ്യുക. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. എങ്കിൽ മാത്രമേ ഞാൻ ഇനി അങ്ങോട്ടിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കാണാൻ കഴിയുകയുള്ളൂ. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. 10 മിനിറ്റിന് ശേഷം ഇതൊന്ന് ഇളക്കി നോക്കാം. നമ്മളിതിൽ കുറച്ച് വെള്ളം മാത്രമേ ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരുന്നതാണ്. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലാക്കിയിട്ട് വെക്കാം. അപ്പോഴേക്ക് ചിക്കനൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടാകും. ഇനി നമുക്ക് കറിവേപ്പില, കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇൻഗ്രീഡിയൻസ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. എന്തെങ്കിലും അഭിപ്രായമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി മറ്റൊരു ദിവസം വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.